നമസ്കാരം. വഖഫ് സ്വത്ത് എന്ന പേരിൽ ഹിന്ദുക്കളുടെ ഭൂമി വരെ കയ്യേറി മുസ്ലിം ഭൂമിയാക്കി മാറ്റാനുള്ള മുസ്ലിങ്ങളുടെ അജണ്ടയ്ക്ക് ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ ഭൂമി മുഴുവൻ പിടിച്ചെടുത്ത് വഖഫ് വകയാക്കി ഇന്ത്യയിൽ മുസ്ലിം രാഷ്ട്രത്തിന് അടിത്തറ കെട്ടാൻ ശ്രമിക്കുന്ന രഹസ്യ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ഇനി ഏത് പള്ളിക്കാര്യമാണ് എന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ അറിയാതെ അത് വേണ്ട എന്ന കാര്യത്തിൽ മോദി സർക്കാർ കൃത്യമായി മറുപടി കൊടുത്തിരിക്കുകയാണ്. ഭൂരിപക്ഷ സമുദായം അറിയാതെ ന്യൂനപക്ഷം ഭൂമികളുടെ മുഴുവൻ അവകാശികളായി മാറുമ്പോൾ ഹിന്ദു ജനത ഇവിടെ നിന്ന് കുടിയൊഴിഞ്ഞു പോലും ഒരു പക്ഷേ ഭാവിയിൽ പോകേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മോദിയുടെ കർശന നടപടി എല്ലാ ഗൂഢാലോചനകളുടെയും മുനയൊടിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെയും നീതിന്യായ വ്യവസ്ഥയെയും ഒരുപോലെ ചൂടുപിടിപ്പിച്ച വിഷയമാണ് വഖഫ്. ഒരു വശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതപരമായ സ്വത്തുക്കളുടെ സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട സംവിധാനം, മറുവശത്ത് ഭൂമി അവകാശം, ഭരണത്തിലെ സുതാര്യത, സ്വത്ത് തർക്കങ്ങൾ, നിയമപരമായ അധികാര പരിധി എന്നിവയെ ചൊല്ലി വർഷങ്ങളായി ഉയരുന്ന ചോദ്യങ്ങൾ. ഇന്ത്യയിലെ വഖഫ് സംവിധാനം ഒരു പുതിയ ആശയമല്ല. മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട സ്വത്തുക്കളുടെ സംരക്ഷണവും നടത്തിപ്പുമാണ് വഖഫ് ബോർഡുകളുടെ പ്രധാന ചുമതല. പള്ളികൾ, ശ്മശാനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, മറ്റ് പൊതുപ്രയോജന സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളുടെ പരിപാലനമാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം. എന്നാൽ കാലക്രമേണ വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തെ ചൊല്ലി നിരവധി ചോദ്യങ്ങൾ ഉയർന്നു. ചില സംസ്ഥാനങ്ങളിൽ ഭൂമി ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കോടതികളിലെത്തി. ചില കേസുകളിൽ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും വഖഫ് ബോർഡുകളും തമ്മിൽ അവകാശവാദങ്ങൾ ഉയർന്നു. ഈ സംഭവങ്ങൾ വഖഫ് ഭരണത്തിലെ രേഖ സംരക്ഷണം, സ്വത്ത് പരിപാലനം, സുതാര്യത, തീരുമാനമെടുക്കുന്ന രീതി എന്നിവയെക്കുറിച്ചുള്ള ദേശീയ ചർച്ചയ്ക്ക് വഴിവെച്ചു. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമം 2025 അവതരിപ്പിച്ചത്. സർക്കാരിന്റെ നിലപാടനുസരിച്ച് ഈ ഭേദഗതിയുടെ ലക്ഷ്യം ഭരണപരമായ സുതാര്യത വർദ്ധിപ്പിക്കുക, രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുക, സ്വത്തുക്കളുടെ കൃത്യമായ രേഖകൾ ഉറപ്പാക്കുക, ഭരണത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം കൊണ്ടുവരിക, വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധാനം ഉറപ്പാക്കുക എന്നിവയാണ്. അതിന്റെ ഭാഗമായാണ് ചില സാഹചര്യങ്ങളിൽ മുസ്ലിം അല്ലാത്ത അംഗങ്ങളെയും വഖഫ് ബോർഡുകളിൽ ഉൾപ്പെടുത്താൻ നിയമം അനുവദിക്കുന്നത്. അതിനു പിന്നാലെ രാജ്യത്ത് ആദ്യമായി മധ്യപ്രദേശ് സർക്കാർ പുതിയ നിയമപ്രകാരം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുകയും 2 ഹിന്ദുക്കളെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു സാധാരണ ഭരണ നടപടി മാത്രമാണോ, അതോ രാജ്യത്തിന്റെ വഖഫ് ഭരണത്തിൽ പുതിയ അധ്യായത്തിന്റെ തുടക്കമാണോ? ഈ നീക്കം കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുമെന്നാണോ കേന്ദ്ര സർക്കാരിന്റെ വാദം, അതോ മതസ്വയംഭരണവുമായി ബന്ധപ്പെട്ട പുതിയ ഭരണഘടനാപരമായ ചർച്ചകൾക്ക് ഇത് വഴിവെക്കുമോ? ചോദ്യങ്ങൾ നിരവധി ഉയരുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി നിയമം ഭരണപരിഷ്കരണത്തിനും കൂടുതൽ പ്രതിനിധാനത്തിനും സഹായിക്കുമെന്ന് അനുകൂലികൾ പറയുന്നത്. മറുവശത്ത് ചില മുസ്ലിം സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ഇത് മതസ്ഥാപനങ്ങളുടെ സ്വയംഭരണത്തിൽ ഇടപെടലാണെന്ന് ആരോപിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയിലൂടെ പരിഗണനയിലുമുണ്ട്. അതിനാൽ ഈ നിയമം യഥാർത്ഥത്തിൽ ഭരണപരമായ സുതാര്യത വർദ്ധിപ്പിക്കുമോ, അതോ പുതിയ രാഷ്ട്രീയ നിയമപരമായ വിവാദങ്ങൾക്ക് തുടക്കമാകുമോ എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ്. രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യവും ഭരണഘടനാ മൂല്യങ്ങളും പൊതുഭരണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എങ്ങനെ നിലനിർത്തും? ഈ ചോദ്യമാണ് ഇനി ദേശീയ ചർച്ചയുടെ കേന്ദ്ര ബിന്ദുവാകുന്നത്. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നതിനു പിന്നാലെ ചരിത്രപരമായ തീരുമാനവുമായി രാജ്യത്ത് ആദ്യം മധ്യപ്രദേശ് സർക്കാർ 2 ഹിന്ദു അംഗങ്ങളെ വഖഫ് ബോർഡിൽ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് അംഗങ്ങളാക്കി. പുതിയ ഭേദഗതി നിയമപ്രകാരം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമെന്ന നേട്ടവും ഇതോടെ മധ്യപ്രദേശ് സ്വന്തമാക്കി. മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ ബോർഡിന് രൂപം നൽകിയത്. 10 അംഗങ്ങളുള്ള പുതിയ മധ്യപ്രദേശ് വഖഫ് ബോർഡിന്റെ ചെയർമാനായി ഡോക്ടർ സൻവർ പട്ടേലിനെ നിയമിച്ചു.